ഹായ് എവരിവൺ, ഇറ്റ്സ് മി രാഹുൽ. വെൽക്കം ടു മൈ എക്സ് മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകുന്നതിന് മുന്നേ ഇന്നത്തെ ട്രേഡ് ലോജിക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനോടും പിന്നെ എൻ്റെ സ്റ്റുഡൻസിനോടും, ട്രേഡിങ് നമുക്ക് എന്നും ചെയ്യാനുള്ളൊരു ബിസിനസ് അല്ല. ഓക്കെ, ട്രേഡിങ് നമുക്ക് അത് വീക്കിലി ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ മന്ത്ലി ഒരു 15 to 14 ഡേയ്സ് അത് മാക്സിമം ആണ്. ഓക്കെ, നല്ല ദിവസങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, നല്ല മാർക്കറ്റിലുള്ള ദിവസം മാത്രം ട്രേഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. നല്ലൊരു പൈസ ട്രേഡിൽ നിന്ന് ഏൺ ചെയ്യുക. കാരണം ഒരു ട്രേഡിങ്ങിന് നിങ്ങൾക്ക് എത്ര ഏൺ ചെയ്യാൻ കഴിയുന്ന അത്രയും വേറൊരു ബിസിനസ്സിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഏൺ ചെയ്യാൻ കഴിയത്തില്ല. അതേപോലെ തന്നെ ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾ ലോസ് ആക്കുന്ന പോലെ മറ്റൊരു ബിസിനസ്സിൽ പെട്ടെന്ന് ലോസ് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അത്ര പെട്ടെന്ന് ട്രേഡിങ്ങിൽ ഈ രണ്ട് കാര്യവും ട്രേഡിങ്ങിൽ നടക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വളരെ കാമായിട്ട് അനലൈസ് ചെയ്തിട്ട് പ്രോപ്പർ എൻട്രി സെറ്റപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ട്രേഡ് ലോജിക് ഇന്ന് എങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ട്രേഡിങ് എന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വരാം. അതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു 5 minutes മുന്നേ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ്. നമുക്കറിയാം, പ്രീ മാർക്കറ്റിൽ മനസ്സിലുള്ള മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ്. സോ നമ്മുടെ സെല്ലിംഗ് സോൺ ഏകദേശം ഈ ഏരിയയിലാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ വീഴുകയാണെങ്കിൽ ലാസ്റ്റ് വീഡിയോ നോക്കിയാൽ അറിയാം, 24,000 ഈ ഒരു ഏരിയ, ഇവിടെ ഒരു FEG ഉണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ താഴോട്ട് സെല്ല് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഗ്യാപ്പ് ഡൗണിൽ വീണു. സോ ഗ്യാപ്പ് ഡൗണിൽ വീണ ഇറ്റ്സ് എ ലോജിക്. നമുക്ക് ഒരു ട്രേഡ് ഇവിടുന്ന് മുകളിലോട്ടുണ്ട്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മുകളിലോട്ട് ഈ ഗ്യാപ്പ് ഫില്ലിങ് വരെ നമുക്ക് ട്രേഡ് കിട്ടും. കാരണം മാർക്കറ്റ് ഒരു മേജറായിട്ട് ഒരു ഡിമാൻഡ് സോണിലാണ് മാർക്കറ്റ് വന്ന് ഗ്യാപ്പ് ഡൗണിൽ വീണത്. സോ ഒബ്വിയസ്ലി ഇവിടുന്ന് ട്രേഡ് ഇവിടുന്ന് ഹോൾഡ് ചെയ്യുന്നവരെല്ലാം എന്ത് ചെയ്യും, ഇവിടുന്ന് പ്രൈസിനെ ബുക്ക് ചെയ്യും. പ്രൈസിനെ ബുക്ക് ചെയ്ത പ്രൈസ് എന്ത് ചെയ്യും, നേരെ മുകളിലോട്ട് അവരുടെ സെൽ ഓർഡർ എന്തായിട്ട് ബൈ ഓർഡറായിട്ട് മാറും. മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും. സോ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ പുതിയ ബയർ വരും. മാർക്കറ്റ് മുകളിൽ ചെല്ലും. മാർക്കറ്റ് ഏത് പ്രൈസിലാണോ നിന്ന് ആ പ്രൈസിലെത്തുമ്പോൾ മാർക്കറ്റ് അവരെന്ത് ചെയ്യും, താഴെ നിന്ന് ബൈ ചെയ്തവരൊക്കെ അവരുടെ ഓർഡർ സെല്ല് ചെയ്താൽ മാർക്കറ്റ് എന്ത് ചെയ്യും, അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റിൻ്റെ എന്താണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്യും. എവിടം വരെ മൂവ് ചെയ്യും, റീസെൻ്റ് ലിക്വിഡിറ്റി എവിടെയുണ്ടോ അവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യും അല്ലേ. മാർക്കറ്റ് റീസെൻ്റ് ലിക്വിഡിറ്റി എവിടെയാണോ മാർക്കറ്റിനുള്ള ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് മൂവ് ചെയ്യും. സോ ഇവിടുന്ന് ബൈ ചെയ്ത് വെച്ചാൽ, അതായത് ആദ്യം ഇവിടുന്ന് സെല്ല് ചെയ്ത് വെച്ചവരെല്ലാം ഇവിടെ കൊണ്ട് അവരിന്ന് ഗ്യാപ്പ് ഡൗണിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പം അതൊരു ബൈ ഓർഡറായി മാറുകയും മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇന്നലെ മാർക്കറ്റ് നിന്ന പ്രൈസിലെത്തിയ ഏകദേശം അവിടെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് പുതിയ ബയ്യർസ് അവരിന്ന് അവരുടെ ഓർഡർ സെൽ ഓർഡറായി മാറുകയും പിന്നെ ആ സെൽ ഓർഡറിൻ്റെ ഒപ്പം വീണ്ടും അവിടുന്ന് പുതിയ സെല്ലർ വരുമ്പോൾ മാർക്കറ്റ് ഒബ്വിയസ്ലി മൂവ് ബാക്ക് ചെയ്യും മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലോട്ട്. ഇവിടം വരെ ഡയറക്ഷനിലോട്ട് മൂവ് ബാക്ക് ചെയ്യും. അതിൻ്റെ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി എവിടെയാണോ മാർക്കറ്റ് ലിക്വിഡിറ്റി ഉള്ള ആ ലിക്വിഡിറ്റിയിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. ഇത് സിമ്പിളായിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. ജസ്റ്റ് മാർക്കറ്റിനെ ആത്മാർത്ഥമായിട്ടൊന്ന് നോക്കിയിരുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് ഞാൻ എപ്പോഴും പറയാറ്, മാർക്കറ്റിൽ എപ്പോഴും നിങ്ങൾ പഠിച്ചിട്ട് വേണം മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ആക്ഷൻ വെച്ചിട്ട് നമുക്കൊന്ന് ട്രേഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ അതിന് ഡെമോ കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നതെന്ന്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇന്ന് മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. ഓക്കെ, മാർക്കറ്റ് ഫസ്റ്റ് ക്യാനിൽ ഇവിടെ ഓപ്പൺ ചെയ്തു കേട്ടോ. ഫസ്റ്റ് ക്യാനിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, ഇറ്റ്സ് എ സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ. 5 minutesൽ ഇറ്റ്സ് എ സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ. അതായത് ഇതിനകത്ത് മാർക്കറ്റ് വീണപ്പോൾ തന്നെ ഇവിടുത്തെ സെല്ലിംഗ് ഓർഡർ എല്ലാം ബൈ ഓർഡറായി മാറി മാർക്കറ്റ് നല്ലോണം പുഷ് ചെയ്ത് മുകളിലോട്ട് കയറി. സോ ഇതിനകത്ത് ഈ ക്യാൻഡിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊരു നല്ല സൂപ്പർ ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് മനസ്സിലായി അല്ലേ. സോ നമ്മളിപ്പം ഈ ഒരു പോയിന്റ് തന്നെ നമ്മൾ ചാടി കയറുമോ? ഇല്ല, നമ്മൾ കൺഫർമേഷൻസ് വെയിറ്റ് ചെയ്യും. ഇവിടെ നിന്ന് തന്നെ നമ്മൾ ചാടി കയറത്തില്ല. നമ്മളൊരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്താണ് മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, മാർക്കറ്റ് അത് എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് മാർക്കറ്റ് വീണ്ടും ഒരു നല്ല ഓപ്പൺ ലോ ക്യാൻഡിൽ വെച്ചിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് മൂവ് ചെയ്തു. ഇത് സ്ട്രോങ് മൂവ്മെൻ്റ് ആയിരുന്നു. സോ നമുക്ക് നമുക്ക് കൺഫേം ആയി ബയർ സ്ട്രോങ് ആണ്, മാർക്കറ്റിൽ ഒരു എൻട്രി ഉണ്ട്. അപ്പം ഇവിടുന്ന് നമുക്ക് ചാടി കയറാൻ കഴിയുമോ മാർക്കറ്റിൽ? ഇല്ല. കാരണം എന്താണ്, ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം എത്ര ദൂരമുണ്ട്,
നല്ല ഐ തിങ്ക് ഞാൻ കാണിച്ചു തരാം സ്റ്റോപ്പ് ലോസ് എവിടെയാണ്. പ്രൈസ് ടൂൾ. ഓക്കെ, പ്രൈസ് ടൂൾ എടുത്ത് ഞാനൊന്ന് വരച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 72 രൂപ ഇവിടെ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇടുന്നുണ്ട് ഇവിടെ നിന്ന് കയറിയാൽ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ വീണ്ടും എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യും, എനിക്കൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. വെരി നെക്സ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു റിവേഴ്സ് വന്നു അല്ലേ, റിവേഴ്സ് വന്നപ്പം എൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയായിട്ട് മാറി, 42 രൂപയായിട്ട് മാറി. 42 രൂപയായിട്ട് മാറിയപ്പം എനിക്കിവിടെ എത്ര രൂപ റിസ്ക് ഉണ്ട് അറ്റ് ദ മണിയിൽ, 20 രൂപ റിസ്ക് അല്ലേ. 20 രൂപ റിസ്ക് വന്നപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഒരു 100 ക്വാണ്ടിറ്റി എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഞാനൊരു ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനൊരു ട്രേഡ് ചെയ്യാണ്. ലോസ് ഇവിടം വരെ, പ്രോഫിറ്റ് എൻ്റെ ഇവിടം വരെ, ഇവിടം വരെ ആയിരിക്കും പ്രോഫിറ്റ്, ഇവിടം വരെ ഈ ഒരു ഏരിയ വരെ. കാരണം ഇവിടെ നോക്കിയാൽ അറിയാം ഇത് മേജറായിട്ടൊരു സപ്പോർട്ട് സോണായിരുന്നു. സോ ഈ സപ്പോർട്ട് സോൺ എന്തായിട്ട് മാറും, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടം വരെ ട്രേഡ് ചെയ്യാമെന്ന് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു എന്താ പറയുക ഇൻറ്റൻഷൻ തോന്നൽ വന്നു. ഓക്കെ, വാട്ടെവർ എന്താണെങ്കിലും. ഓക്കെ, സോ ഞാൻ അവിടെ നിന്ന് ബൈ ഓർഡർ പ്ലേസ് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും നമുക്ക് നോക്കാം. വെരി നെക്സ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ക്യാൻഡിലിൽ, കാരണം ഇവിടുന്ന് ആരും കയറിയിട്ടുണ്ടാകത്തില്ല അല്ലേ, ഇവിടുന്ന് ആരും മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ടാകത്തില്ല. കാരണം എന്താണ്, ഫസ്റ്റ് ഗ്യാപ് ഡൗണിലാണ് വീണത്, എല്ലാവരും കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പം ട്രേഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, റീറ്റെയിലേഴ്സ് ചാടി കയറിയിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു ട്രേഡേഴ്സ് കണ്ടപ്പോൾ റീറ്റെയിലേഴ്സ് ചാടി കയറിയിട്ടുണ്ടാവും. അപ്പം മാർക്കറ്റ് എന്ത് ചെയ്തു, അവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം നല്ലപോലെ ലിക്വിഡേറ്റ് എടുത്തു. കാരണം എന്താണ്, ഇതിൻ്റെ താഴെയായിരിക്കും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക. ഇറ്റ്സ് എ നോർമൽ തിങ്. കാരണം ഇവിടെ നിന്ന് എടുത്ത ആൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കത്തില്ല, ഈ ക്യാൻഡിൽ അടി കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കത്തുള്ളൂ. കാരണം അത്ര റിസ്ക് അവരെടുക്കുകയുള്ളൂ. ഇവിടെ വരെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇത് കാലിയായിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചു. സോ ഇവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം മാർക്കറ്റ് എടുത്തു. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു നമുക്ക് നോക്കാം. ഓക്കെ, സോ എൻ്റെ എൻട്രി ഓൾറെഡി ട്രിഗർ ആയിട്ടുണ്ട്, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് അത് കഴിഞ്ഞ് വീണ്ടും താഴോട്ട് വന്നു. അപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ഇരിക്കുന്നത്, ഇവിടെയാണ്. നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കൺഫേം ആയി സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ. കാരണം ഇത് റെഡ് കളറാണെങ്കിൽ പോലും ഇതിനകത്ത് ബയറിൻ്റെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. കാരണം എന്താണ്, ഈ ക്യാൻഡിൽ ഒരു സ്ട്രോങ് ക്യാൻഡിലാണ്, ഒരു ഹാമർ ക്യാൻഡിലാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡോജി അല്ല, ലൈക്ക് എ ഹാമർ ക്യാൻഡിൽ, സ്ട്രോങ് ക്യാൻഡിൽ. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത് എനിക്ക് അപ്പം തന്നെ ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ക്ഷമയോടെ തന്നെ വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് എന്താ ചെയ്യുന്നത് നോക്കാം നമുക്ക്. സോ മാർക്കറ്റ് കുറച്ച് നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും നമ്മുടെ എൻട്രി ലെവലിലോട്ട് വീണ്ടും കയറി വന്ന്, സോ നമ്മൾ ഇവിടുന്ന് പ്രോഫിറ്റായി തുടങ്ങി. ഓക്കെ, സോ മാർക്കറ്റ് നേരെ മുന്നോട്ട് പുഷ് ചെയ്തു. ഓക്കെ, സോ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഷുവറായിട്ടും. സോ ഇത് ചെറിയ റീട്രേസ്മെൻറ്റ് ഇത്രയും മാർക്കറ്റ് മൂവ്മെൻറ്റും ചെയ്ത് പോയത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ഹയർ ലോ ഉണ്ടാക്കും. മാർക്കറ്റ് ഒരിക്കലും നേരെ മുന്നോട്ട് മൂവ് ചെയ്യത്തില്ല. ഓക്കെ, മാർക്കറ്റ് നേരെ ഒരു ഹയർ ലോ പാറ്റേൺ ഉണ്ടാക്കി വീണ്ടും ഒരു കൺസോൾട്ടേഷൻ, ഫ്ലാഗ് പാറ്റേൺ, മാർക്കറ്റ് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ മൂവ് ചെയ്തു. വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, സോ 6000 നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് എവിടെ വന്നിട്ടുണ്ട്, മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിൽ വന്നിട്ടുണ്ട്. ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് ഈസ് ഫിക്സഡ്. അവിടെ എന്ത് ചെയ്തു, നമ്മുടെ ട്രേഡിനെ കട്ട് ചെയ്തു. കാരണം എന്താണ്, ഓവറോൾ ട്രെൻഡ് നമ്മുടെ ഡൗൺ ട്രെൻഡാണ്. ഇതൊരു കൗണ്ടർ ട്രേഡാണ് നമ്മൾ ചെയ്തത്. കാരണം എന്താണ്, നമുക്കറിയായിരുന്നു മാർക്കറ്റ് ഇവിടുന്ന്, ഞാൻ ആദ്യം പറഞ്ഞ ലോജിക്കിൽ മാർക്കറ്റ് ഇവിടെ വരെ പോകുന്നു നമുക്കൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ട്രേഡ് ചെയ്തത്. ഓക്കെ, ഞാൻ ഈ ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്തു. 6000 രൂപ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രേഡ്. ഓക്കെ, ദിസ് വാസ് എ ഫസ്റ്റ് ട്രേഡ്. സോ ഇനി അടുത്ത ട്രേഡ് നമുക്ക് വെരി സിമ്പിൾ ട്രേഡ് ആയിരിക്കും. കാരണം എന്താണ്, നമുക്കറിയാം മാർക്കറ്റ് ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ട് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു വരുമോ എന്ന് നമുക്ക് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഗ്യാപ് ഡൗണിലാണെങ്കിൽ ഇവിടുന്ന് താഴോട്ട് മാർക്കറ്റിനെ സെൽ ഓൺ ദ റൈസ് ചെയ്യണം. സോ ഇനി വരുന്ന ട്രേഡാണ് നമ്മുടെ റിയൽ ട്രേഡ്. സോ അതിന് വേണ്ടിയിട്ട് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് ഒന്ന് നോക്കി, മാർക്കറ്റ് നടന്നില്ല. സോ ഇത് 5 മിനിറ്റ് സ്കാനിലാണ്. സോ ഇതിനകത്ത് എന്ത് ചെയ്തു, മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിന് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റ് എന്ത് ചെയ്തു,
ഈ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി ഒരു സെല്ലിംഗ് മൊമെൻറ്റം മാർക്കറ്റ് കാണിച്ച് മാർക്കറ്റ് താഴോട്ട് വന്നു കണ്ടോ. സോ ഇത് 3 ക്യാൻഡിൽ പാറ്റേൺ. സോ ഈവനിങ് സ്റ്റാർ. ഓക്കെ, കാണിച്ചു തരാം. സോ ഈവനിങ് സ്റ്റാർ, ഈവനിങ് star candlestick pattern. So this is the evening star candlestick pattern. കണ്ടോ, evening star 1 2 3, അതൊരു ഗ്രീൻ ക്യാൻഡിൽ, പിന്നെ ഒരു ഡോജി ക്യാൻഡിൽ, സോ റെഡ് ക്യാൻഡിൽ, പെർഫെക്റ്റ് ക്യാൻഡിൽ ഹിയർ. കണ്ടില്ലേ, ഞാൻ ഈ എന്താണ് ഗൂഗിൾ കാണിച്ചിട്ടുള്ള അതേ പാറ്റേൺ. ഒരു ഗ്രീൻ ക്യാൻഡിൽ, അത് കഴിഞ്ഞൊരു റെഡ് ക്യാൻഡിൽ, അത് കഴിഞ്ഞ് ഒരു ഡോജി ടൈപ്പ്. കണ്ടോ, ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ, പെർഫെക്റ്റ് വൺ. ആൻഡ് ഈ ക്യാൻഡിൽ കളർ മാറ്റർ അല്ല. തേർഡ് ക്യാൻഡിൽ ഇസ് എ ബിയറിഷ് ക്യാൻഡിൽ, പെർഫെക്റ്റ് ക്യാൻഡിൽ. സോ നമുക്ക് ഇവിടുന്ന് കൺഫേമായി മാർക്കറ്റ് താഴോട്ട് വരുന്നുള്ള കാര്യം അല്ലേ. മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വരുന്നുള്ള കാര്യം കൺഫേമായി. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ട്രേഡ് ഇവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, നേരെ അങ്ങോട്ടാണ്, നേരെ നമ്മുടെ മേജർ സപ്പോർട്ടിലോട്ട്, നമ്മുടെ ലിക്വിഡിറ്റി സോണിലോട്ട്. കാരണം ഇന്നലെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടം വരെ വരും എന്ന്. കണ്ടോ, ഇവിടം വരെ വരും നമ്മൾ ഇന്നലെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് ഇന്നലത്തെ ചാർട്ട്. ഇത് നമ്മൾ വരച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടം വരെ മൂവ് ചെയ്യുമെന്ന്. മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാം നമ്മുടെ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാം. ഓക്കെ, കാരണം നമുക്കറിയാം മാർക്കറ്റ് താഴോട്ട് വരുന്നുള്ള കാര്യം. അതിന് കൺഫർമേഷൻസ് ഇവിടെ അതേപോലെ തന്നെയുണ്ട്. ഓക്കെ, സോ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു യൂട്യൂബ് നോക്കിയിരുന്നിട്ടോ നിങ്ങൾ എവിടെ നിന്നും നിങ്ങൾക്ക് ഈ സാധനം കിട്ടത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയി പഠിക്കുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, കംഫർട്ടബിളായി തോന്നുന്ന ഒരാളുടെ അടുത്തു നിന്നോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ എവിടെയാണോ നല്ലത് നോക്കിയിട്ട് പോയി പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് ദ ബെറ്റർ ട്രേഡിങ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ ട്രേഡിങ് എങ്ങനെ നമ്മൾ പോകുന്നതെന്ന്. മാർക്കറ്റ് വൺ വേ തന്നെ താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഗുഡ് മൂവ്. ഓക്കെ, സോ നമുക്കറിയാം മാർക്കറ്റ് താഴോട്ട് വരുന്നുള്ള കാര്യം. ഓക്കെ, സോ നമുക്ക് സ്പീഡ് കൂട്ടാം. സോ ഇവിടെ ഞാൻ പറയുന്നത് പ്രോപ്പർ ലോജിക്കും നമ്മളിന്ന് ലൈവ് മാർക്കറ്റിൽ എടുത്ത കാര്യമാണ്. സോ ഇതിപ്പം നിങ്ങൾക്ക് മാർക്കറ്റ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ്, പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാം ഓൾറെഡി ലൈവ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്തത് കണ്ടവരാണ്. എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന സ്റ്റുഡൻസ്, അതായത് ഇപ്പം റണ്ണിങ് ബാച്ചിൽ SMC പഠിക്കുന്ന പിള്ളേരൊക്കെ നല്ലോണം ഡെമോ ട്രേഡായിട്ടൊക്കെ ഇത് ട്രേഡ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. റിയലായിട്ട് എടുത്തവരുണ്ടായിരുന്നു, അല്ലാതെ എടുത്തവരുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ഈ ട്രേഡ് നമ്മുടെ ടാർഗറ്റ് വരെ വരുമെന്ന്. ഓക്കെ, ഓക്കെ സോ അവിടെ വരെയാണ് നമ്മുടെ ഇതുണ്ടായിരുന്നത്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ ടാർഗറ്റ് 800, ഈ ടാർഗറ്റ് വരെ ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ഡെമോ ആയതുകൊണ്ട് കട്ട് ചെയ്യായിരുന്നത്. സോ ഇവിടം വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഞാൻ ഇന്നലെ ഈ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. ഇവിടുന്ന് ഒരുപാട് വട്ടം മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് പെർഫെക്റ്റ് അവിടം വരെ വന്ന് നമ്മൾ ഇവിടുന്ന് ട്രേഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുക ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എങ്ങനെയാണ് ഈ ട്രേഡ് എടുത്തത്, എങ്ങനെയാണ് ഇത് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നലത്തെ ട്രേഡിങ്ങിൻ്റെ ലോജിക്കും, ഇങ്ങനെയാണ് നമ്മൾ ഇന്നലെ ട്രേഡ് ചെയ്തതും. സോ ഇന്ന് നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസിലോട്ട് പെട്ടെന്ന് പോകാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസിലോട്ട് പെട്ടെന്ന് പോകാം. സോ നാളത്തെ മാർക്കറ്റ് അനാലിസിസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നാളെ എന്താണുള്ളത്, നാളെ നമുക്ക്
മാർക്കറ്റ് ഈ ഒരു ലോയിൽ നിന്നുള്ള ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ലോയിൽ നിന്നുള്ള മാർക്കറ്റ് കണ്ടോ, ഇവിടുത്തെ ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. രാവിലെ രണ്ടാമത് മാർക്കറ്റ് റിട്രേസ് ചെയ്തപ്പോൾ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇത് ഇങ്ങോട്ട് താഴോട്ട് വലിച്ചു വെക്കാം. ഓക്കെ, അതിന് തൊട്ട് താഴെ മാർക്കറ്റിന് ഇതൊരു മേജർ സപ്പോർട്ടാണ്. കാരണം മാർക്കറ്റ് ഇവിടെ മാർക്കറ്റ് ഒരുപാട് വട്ടം വന്ന് നിന്നും പോയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ഓക്കെ, ഇത് നമ്മുടെ മേജർ ഒരു സപ്പോർട്ട് സോണാണ്. ഇത് മൈൻഡിൽ വെച്ചേക്കുക. ഇത് മേജറായിട്ടൊരു സപ്പോർട്ട് സോണാണ്. സോ ഈ അൺവാണ്ടഡ് ലൈൻസ് ഒക്കെ കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മാർക്കറ്റ് ഒരുപാട് താഴെ നിൽക്കുന്നതിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് എവിടെ വരെ പോകുന്നൊക്കെ നമുക്ക് ഇനി കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, സോ മാർക്കറ്റ് 25,000 ഇവിടെയൊക്കെ മാർക്കറ്റിന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്. മൈൻഡിൽ വെച്ചേക്കണം. ഇതൊക്കെ ഒരു മേജർ ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഒരു മേജർ ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണ്. സോ ഇത് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ FEG, ഇവിടെ എന്താണ് FEG ആഡ് ചെയ്യാം. FEG. ഓക്കെ, സോ മാർക്കറ്റ് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി ഈ FEG റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് താഴോട്ട് തന്നെ ട്രേഡ് ചെയ്യാം. സെൽ ഓൺ ദ റൈസ്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ ഇന്ന് നമ്മൾ ചെയ്ത അതേ പ്ലാൻ, ഒന്നുകിൽ ഈ ഹൈ വരെ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് പോകണമെങ്കിൽ ഇവിടം വരെ. സോ അത് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നോക്കുക. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നിങ്ങൾ നേരെ കയറി സെല്ല് ചെയ്യരുത്. ഞാൻ പറഞ്ഞ ആ കണ്ടീഷൻ മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അത് വെറുതെ ട്രേഡ് ചെയ്യരുത്. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ആദ്യം മുകളിലോട്ട് പോയി എന്നിട്ട് വെയിറ്റ് ചെയ്യണം മാർക്കറ്റ് താഴോട്ട് വരുമെന്ന്. അതുപോലെ താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ലോയിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും. മുകളിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്നും ചാടി കയറരുത്. ചെറിയ റിവാർഡേ കിട്ടുള്ളൂ. വലിയ റിസ്ക്കും ആയിരിക്കും. സോ മാർക്കറ്റ് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു പ്രോപ്പർ റിട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു പുൾ ബാക്ക് കഴിഞ്ഞിട്ട് മാർക്കറ്റിന് രണ്ട് മൂവ്മെൻറ്റാണ് ഉള്ളത്. എന്താണ് ഈ മൂവ്മെൻറ്റ് പേരെന്താണ്? ഇമ്പൾസീവ് മൂവ്. ഈ മൂവ്മെൻറ്റ് പേരെന്താണ്? റിട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ പുൾ ബാക്ക്. ഓക്കെ, സോ ഈ പുൾ ബാക്കിലാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത്. ഒരിക്കലും ഇമ്പൾസീവ് മൂവിൽ ട്രേഡ് എടുക്കരുത്. പുൾ ബാക്ക് കഴിഞ്ഞിട്ടുള്ള ഈ നെക്സ്റ്റ് മൂവാണ് നമ്മൾ പിടിക്കേണ്ടത്. നെക്സ്റ്റ് ഇമ്പൾസീവ് മൂവ്മെൻ്റാണ് നമ്മൾ പിടിക്കേണ്ടത്. ഓക്കെ, സോ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മാർക്കറ്റ് ആദ്യം മുകളിലോട്ട് പോയിട്ടൊന്ന് റിട്രസ് ചെയ്തിട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ അതിൽ ചെയ്യാം. ഓക്കെ, സോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ ഹൈ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഇതൊരു FEG ആണ്. സോ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വീഴുമോ ഇല്ലോ എന്ന് നോക്കുക. ഓക്കെ, സോ ഈ ലോയുടെ സോ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത്, സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത്, തേർഡ് ടാർഗറ്റ് ചെയ്ത്, ഫോർത്ത് ടാർഗറ്റ് ചെയ്ത്. സോ അത് നോക്കി ചെയ്യണം. പിന്നെ നാളെ ഫ്രൈഡേയും കൂടെയാണ് മാർക്കറ്റിൽ നോക്കി ട്രേഡ് ചെയ്യുക, നാളത്തെ ട്രേഡ്. ഓക്കെ, പിന്നെ അടുത്തേതാണ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മാർക്കറ്റിനെ മുകളിലോട്ട് ചെയ്യുക. താഴോട്ട് കിട്ടുകയാണെങ്കിൽ താഴോട്ടും ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നേരെ സെൽ ഓൺ ദ റൈസ്. നേരെ എന്താണ്? സെൽ ഓൺ ദ റൈസ് ഇവിടുന്ന് താഴോട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാളെ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ OI PCR 0.6.8 ആണ് നെഗറ്റീവ് PCR. ബട്ട് PCR ഞാൻ പറഞ്ഞിട്ടുണ്ട്, PCR ഒരു 0.5 അല്ലെങ്കിൽ 0.45 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചൊരു ബൗൺസ് ചെയ്യും. മാർക്കറ്റ് എന്താണ്? ഓവർ സോൾഡായി പോയിട്ടുണ്ട്. സോ ഓവർ സോൾഡ് ആയാലും മാർക്കറ്റ് അവിടെ ഒരു ഷോർട്ട് കവറിങ് വരാൻ ചാൻസ് ഉണ്ട്. സോ മാർക്കറ്റിൽ എപ്പോഴും മൈൻഡിൽ വെച്ചേക്കണം, ഒരു ഷോർട്ട് കവറിങ് വരാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റിൽ ഈ ഏരിയ നിന്നൊക്കെ ഒരു ഷോർട്ട് കവറിങ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ബൗൺസിനാണ് ഇനി ചാൻസ്. കാരണം എന്താണ്? 2 ദിവസം മുന്നേ 24,200-300 നിന്ന പ്രൈസ് ഇന്ന് നിൽക്കുന്നത് 23,800 മാർക്കറ്റ് ഡിസ്കൗണ്ട് സോണിലാണ് അല്ലെങ്കിൽ ഡിമാൻഡ് സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇനി സെല്ല് ചെയ്യുമ്പം ഹൈസ് നിന്ന് മാത്രമേ സെല്ല് ചെയ്യാൻ പാടുള്ളൂ. ലോസ് നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, സോ മാർക്കറ്റിൽ നാളെ അല്ലെങ്കിൽ നാളെ ഫ്രൈഡേ ആണ് മൂവ്മെൻറ്റ് ഇല്ലെങ്കിലും തിങ്കളാഴ്ച മാർക്കറ്റ് ഈ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡിമാൻഡ് സോൺ വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജീസും കാര്യങ്ങളും യൂസ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. ആൻഡ് നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക നമ്മുടെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ. സോ വി ക്യാൻ റീച്ച് ഔട്ട്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.